അറിയായിരുന്നില്ലല്ലോ. ഓ, മോദി കേരളത്തിൽ വരുന്നതായിട്ട് ബന്ധപ്പെട്ട. ഓ, മോദി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ നാളായി കേരളത്തിൽ വരുന്നുണ്ട്. മോദി കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോഴേ നമുക്ക് നമ്മുടെ വയനാട് ഫണ്ടും പ്രളയ ഫണ്ടും വിദ്യാഭ്യാസ ഫണ്ടും ഒക്കെ ഓർമ്മ വരും. നമുക്ക് ചോദിച്ചു നോക്കാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്, അദ്ദേഹം നമുക്ക് തരാനുള്ള ഫണ്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. ഇതിനു മുൻപ് നമുക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഇതിലേക്ക് കേന്ദ്ര ഫണ്ട് കൊടുത്തു എന്ന് കുറച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഫണ്ടിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ടില്ല. പിന്നെ രണ്ടാമതുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളെ നമുക്ക് സംബന്ധിച്ച് കുറച്ച് ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ നമുക്ക് കിട്ടാറുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ മൂന്നാമതും നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ടുകൾ മേടിക്കാനുള്ള, ഞാനൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യം പറയുന്നത്, മേടിക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുവരും. കേരളം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ്. പക്ഷേ അവർ ഒരു ബജറ്റിലും കേരളത്തിന് അർഹമായിട്ടുള്ള ഒരു ഫണ്ട് അനുവദിക്കുന്നില്ല. അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം ഓരോ ബജറ്റ് ഉണ്ടാകുന്ന സമയത്തും അവർക്ക് വേണ്ട സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അവർ ബജറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അനുവദിക്കുന്നത്. ഇപ്പം ഫണ്ടായിരുന്നാൽ പോലും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പോലും അവർ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഫണ്ട് തന്നിട്ട് തിരിച്ചവർ വായ്പാടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് സെൻസിലാണ് ഇപ്പോൾ അവർ രാഷ്ട്രീയം അവർക്ക് എന്ന് പറഞ്ഞാൽ BJP എന്നുള്ള പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ അധികാരം മാത്രമാണ് അവർ മുന്നിൽ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് അവരുടെ ഇപ്പോൾ ഓരോ പാർട്ടിക്കും അവരുടേതായ ആദർശങ്ങൾ കാര്യങ്ങളുണ്ട്. പക്ഷേ അവരതെല്ലാം പണയം വെച്ചുകൊണ്ട് അധികാരം കിട്ടാൻ വേണ്ടി അവർ എന്തും കാണിക്കും. പൊതുവെ എന്താണെന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ്റിനെ ഞെക്കിക്കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് വയനാട്ടിലെ ദുരന്തത്തിൽ ഒന്നും സംഭവിക്കാതെ ഒന്നും കൊടുക്കാതിരുന്നതും കാരണം അതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ വാരിക്കോരി കൊടുത്തു കേരളത്തിന് ഏത് രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുക എന്ന രീതിയിലാണ് കേരളത്തിന് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെൻറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ഭരിക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ കാണുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഇത് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടക്കിടക്ക് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതും ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ തകർക്കാം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാർ പണ്ടില്ലാത്ത പദ്ധതികളൊന്നും അല്ല കൊണ്ടുവന്നിട്ടുള്ള, എല്ലാത്തിനും ഒരു ലേബൽ മാറ്റി. മീൻസ് നമ്മൾ ഈ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് നന്നായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് നടത്താൻ അറിയാം. പക്ഷെ ഇതിന് മുന്നേ വന്ന സർക്കാരുകളൊന്നും അങ്ങനെ ഒരു സംഭവത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. അതിന് PR വർക്കിലാണ് മെയിൻ പുള്ളി ജീവിച്ചു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിക്കടി കേരളത്തിൽ വരുന്നുണ്ട്. അതേസമയം നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവർ തന്നത് തന്നെ വളരെ കുറവാണ്. അത് നമുക്ക് കടമായിട്ടാണ് തന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ പ്രധാനമന്ത്രിയല്ലേ അവർ തീരുമാനിക്കുന്നത് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് തരണമെന്നില്ലല്ലോ. നമ്മളത് അർഹിക്കുന്നുണ്ടല്ലേ? അർഹിക്കുന്നതാണ്. അവർക്ക് പൊളിറ്റിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, അതായിരിക്കും തരാത്തത്. അതിന് ഫണ്ട് അനുവദിക്കാൻ അവരെ രാഷ്ട്രീയം അല്ലാത്തത് കൊണ്ട് അവർ കുറച്ചൊക്കെ പിടിക്കും ഈ ചുരൽമല മുണ്ടക്കൈ. പക്ഷെ അതിന് പോലും നമ്മൾ അത് അങ്ങനെ ആവണം എന്ന് നമ്മൾ അങ്ങോട്ട് അപേക്ഷിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത്. അതൊരു നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണല്ലോ. ഇതൊരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് കണക്കാക്കേണ്ട സംഗതിയാണ്. പക്ഷേ കേരളത്തിലായതുകൊണ്ട് അവർ നമ്മൾ അങ്ങോട്ട് പറയണം, അത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞാണ് അതിലോട്ട് ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും BJP നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യമായിരുന്നാലും നമുക്ക് അർഹമായിട്ടുള്ള ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല. അതാണ് നമ്മളെ GST കോമ്പൻസേഷൻ ഇഷ്യൂവിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമുക്ക് അർഹതപ്പെട്ടേണ്ട കിട്ടേണ്ട തന്നെയാണ്. ഇപ്പോൾ അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായി, പക്ഷേ അത് ശരിയാണ്. അപ്പോൾ അതൊന്ന് കിട്ടേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യം അങ്ങനെ വരുന്ന പ്രതീക്ഷിക്കും. PMCയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ PMCയിൽ തന്നെ കേന്ദ്രം പറയുന്ന കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ അത് PMC ആണെന്ന് പറയാൻ പറ്റൂ. അത് നമ്മുടെ ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ, അപ്പം പല മാറ്റങ്ങളും ഈ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പം മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ച കാലഘട്ടം, മെഡീവൽ ഇന്ത്യ എല്ലാം മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങളെല്ലാം കേരള സർക്കാർ അതിന് കൈക്കൊള്ളും. ഒരിക്കലും PMCക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് കാര്യം ഈ നമ്മുടെ ഈ പെൻഷൻ ആയിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ പഴയ 2014 നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന
ഭരണത്തിനേക്കാളും കൂടുതൽ അതിൻ്റെ പല ഇരട്ടിയോളം പല മടങ്ങ് ഇരട്ടി നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരിക്കലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫണ്ടിൽ നിന്നോ അങ്ങനെയല്ല, നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം വെച്ചും എല്ലാമാണ് നമ്മുടെ ഈ വികസന കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടു പോകുന്നത്. അപ്പോഴേക്കും അത് കിട്ടാതാകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്കൊരു തളർച്ച ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ കടം എടുക്കുന്ന തുകയ്ക്ക് പോലും അവർ പരിധി വെച്ചിട്ടുണ്ട്. അതാണ്. അത് മാത്രമല്ല, ഞാൻ വന്ന് പറഞ്ഞില്ലേ, വയനാട് മുണ്ടക്കൈ ദുരിത ബാധിതർക്ക് കൊടുക്കുന്ന ഫണ്ടിൽ പോലും അവർ വായ്പ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് നമ്മുടെ ഈ സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ മോദി ഇങ്ങനെ സ്ഥിരമായിട്ട് കേരളത്തിൽ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് തോന്നുന്നു? സത്യം പറയാം, ഈ നിയമസഭാ സീറ്റ് പിടിക്കണം, കേരളം കൂടെ പിടിക്കാൻ വേണ്ടിയായിരിക്കാം.